വസ്ത്രധാരണവും കാര്യങ്ങളും ഒക്കെ ആധുനികതയ്ക്ക് അനുസരിച്ച് മാറിയെങ്കിലും തന്റെ ആ ഒരു പഴയ ചിന്താഗതിയും മതപരമായിട്ടുള്ള ആ ഒരു വിവേചനവും അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കുറെ വിഡ്ഢിത്തരങ്ങളൊക്കെ അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുവരുന്ന ഒരാളാണ് നമ്മുടെ കഥയിലെ നായകൻ ശ്രീനിവാസ അയ്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്. ഇവർ രണ്ടുപേരും അല്പം ആധുനിക ചിന്താഗതിക്കാരാണ്. എന്നാൽ ഇവരെയും തന്റെ ഇതിനുള്ളിലോട്ട്, ഈ ചുറ്റുപാടിനുള്ളിലോട്ട് വലിച്ചിടാനായിട്ടാണ് നമ്മുടെ കഥാനായകൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായാലും പുറത്ത് ദുബായിലൊക്കെ പോയി അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആവാനാണ് ആഗ്രഹം. എന്നാൽ മകനെയൊന്നും അതിലോട്ട് പറഞ്ഞു വിടാതെ തന്റെ ചുറ്റുപാടിനുള്ളിൽ പൂട്ടിയിടാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ കഥയിലെ നായകൻ. എന്തായാലും ഈ ഒരു രൂപത്തിലാണ് കഥ ആരംഭിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകുന്ന രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് സിനിമ. അപ്പൊ എന്തായാലും സിനിമയുടെ മറ്റു വിശേഷങ്ങൾ അതെന്തൊക്കെയാണ്, സിനിമ എനിക്ക് എന്ത് ഫീലാണ് തന്നത്, എങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 പുറത്തു വന്ന ഒരു മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ മൂവിയാണ് അയ്യർ ഇൻ അറേബ്യ. എം.എ. നിഷാദ് അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യം ഇതായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതായത് പഴയ കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന ആ ഒരു വിശ്വാസത്തിന്റെ, എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ നടന്നിരുന്ന ആ ഒരു വിവേചനങ്ങൾ, അല്ലെങ്കിൽ ചില സംസ്കാരങ്ങളുടെ പേരിൽ നടന്നിരുന്ന ചില വിഡ്ഢിത്തരങ്ങൾ, അതൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ, ഈ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം എന്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം. പിന്നീട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒത്തിരി സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതുപോലെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ കഥയ്ക്ക് നിലവിൽ പ്രാധാന്യമുള്ള ഒരു കഥയാണ്, ഈ സമകാലിക പ്രശസ്തി ഉള്ള ഒരു കഥ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യ ഭാഗത്തൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വിവേചനങ്ങളും അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെയൊക്കെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കുറെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ നല്ല രീതിയിൽ അദ്ദേഹം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് നമുക്ക് നല്ലപോലെ അത് മനസ്സിലാകും. നല്ല രീതിയിൽ അദ്ദേഹം അത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും അതൊക്കെ വിട്ട് എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ മൊത്തത്തിൽ സിനിമ തന്ന ഒരു അനുഭവമൊക്കെ ഞാൻ പറയാം. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളോടൊക്കെ നോക്കുവാണെങ്കിൽ സിനിമയുടെ ആ ഒരു ആദ്യ ഭാഗം അത് തന്നെയാണ് അല്പം എൻഗേജിംഗ് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോയത്. ചില സീനുകളായാലും അല്ലെങ്കിൽ ചില ഡയലോഗുകളായാലും അതൊക്കെ അത്യാവശ്യം ചിരി കൊണ്ടുവന്ന കാര്യങ്ങളായിരുന്നു സിനിമയ്ക്കുള്ളിൽ. അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ നോക്കുകയാണെങ്കിലും ഈ പറയത്തക്ക രീതിയിൽ എന്താ പറയുക, അല്പം നല്ല രീതിയിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ. പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ളിലല്ല, സിനിമയിൽ അല്ലാതെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട് സിനിമയ്ക്കുള്ളിൽ. മധുസൂദനനാണ് അദ്ദേഹമാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലും അപ് ടു എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഇങ്ങനെ റണ്ണാവുന്നുണ്ട്. ചില ഫീലുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഈ സിനിമ മാത്രമല്ല പല സിനിമയിലും ചില സീനുകളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഇമോഷണൽ സീനുകളാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സീനുകളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സപ്പോർട്ടോട് കൂടി അത് നമുക്കുള്ളിൽ കയറ്റാനായിട്ട് ശ്രമിക്കും, നമ്മളോട് എത്തിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചില സീനുകളൊക്കെ തോന്നുമ്പോൾ എനിക്ക് ഓവറായിട്ടാണ് ഫീൽ ചെയ്യാറ്. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കത് അത്രയും ഇഷ്ടപ്പെടാറില്ല. ചില സീനുകളിലൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ മാത്രം സപ്പോർട്ട് കൊണ്ട് അത് നമുക്കുള്ളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ തന്നെ ആ സീനിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ സീനിലുള്ള ഇമോഷൻ ആണോ എന്താണെങ്കിലും അതിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്കുള്ളോട്ട് വരണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സപ്പോർട്ട് വേണം, എന്നാൽ പോലും അതില്ലാതെ അതുകൊണ്ട് തന്നെ നമുക്കുള്ളോട്ട് എത്തണം. എങ്കിൽ മാത്രമേ അത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഈ സിനിമയിൽ ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് കോമഡി രംഗങ്ങളിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സപ്പോർട്ട് ഉണ്ട് കുറെ. അങ്ങനെ എനിക്കൊരു ഫീല് തോന്നി. അപ്പൊ എന്തായാലും മ്യൂസിക് പാട്ട് വൈസ് ഒക്കെ നോക്കുമ്പോഴും എനിക്ക് വലിയ മോശം തോന്നിയില്ല. ഈ പറയത്തക്ക രീതിയിൽ സിനിമയ്ക്കുള്ളിൽ അല്ലാതെ പുറമെ കേൾക്കുമ്പോഴായാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കുള്ളിൽ. ഇനി പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും എനിക്ക് പേഴ്സണലി ഉർവശിയുടെ പെർഫോമൻസ് ഒക്കെ തന്നെയാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഉർവശിയുടെ. അപ്പൊ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നല്ല രീതിയിൽ ആ ക്യാരക്ടർ വർക്കൗട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അത്രത്തോളം ബോൾഡായിട്ട് തന്നെ വരുന്നുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലോട്ട് അല്ലെങ്കിൽ മറ്റ് ചില സീനുകളൊക്കെ വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ എന്താ പറയുക, ഒന്നും അല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. അതിൻ്റെ ആ ക്യാരക്ടറിന്റെ ആ ഒരു ഉള്ളടക്കം ഇല്ലാത്ത രീതിയിലാണ് ചില സ്ഥലങ്ങളിലൊക്കെ ആ ഒരു പെർഫോമൻസ് വരുന്നത്. അതുപോലെ തന്നെയാണ് മുകേഷ് ഏട്ടൻ്റെ ആയാലും ചിലയിടങ്ങളിലൊക്കെ ഈ പറയത്തക്ക രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട്
അതിന്റെ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് പെർഫോമൻസ്. എന്നാൽ മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഒരു പടി മുകളിൽ എന്ന് വേണേൽ പറയാം. എന്ന് വെച്ചാൽ ഓവർ എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. ചില ഞെട്ടലുകൾ, ചില എക്സ്പ്രഷൻസ്, അതൊക്കെ ഒരു അല്പം കൂടുതൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് രണ്ടാം പകുതിക്ക് ശേഷം കുറെ ക്യാരക്ടേഴ്സ് സിനിമയിലോട്ട് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ആ ഒരു ക്യാരക്ടറിന് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ, എത്രത്തോളം മതി ആ ഒരു ക്യാരക്ടറിന്. എന്നാൽ അതിനൊരു 2 പടി 3 പടി മുകളിൽ എന്ന് വെച്ചാൽ അല്പം ഓവറായിട്ട് തന്നെ എങ്ങനെ തന്നെ പറയാം, അല്പം ഒരു ഓവർ എന്നുള്ള രീതിയിലാണ്, കൂടുതലാണ് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് എന്നുള്ളതാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയും അല്പം ഇതായിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. മൊത്തത്തിൽ സിനിമ എടുക്കുമ്പോൾ എന്തനുഭവമാണ് എനിക്ക് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു കഥ, അല്ലെങ്കിൽ ഒരു കഥ എന്നതിലുപരി ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആയിട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടി എൻഗേജിങ് ആക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലോട്ടൊക്കെ വരുമ്പോൾ. നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കോമഡി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാമായിരുന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഗുഡ് എന്നത് മാറി ഒരു കോമഡി ആയിട്ട് നോക്കുമ്പോൾ പോലും അത്രയ്ക്ക് ആ ഒരു കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയില്ല. ചിരിക്കാനുള്ളതോ കാര്യങ്ങളൊന്നും ആ ഒരു രീതിയിൽ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൈമാക്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനെയൊക്കെയോ വന്ന് അവസാനിപ്പിച്ചു എന്നുള്ള രൂപമാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ പകുതിയിൽ അല്പം എൻഗേജിങ് ആയിരുന്നു, അല്ലെങ്കിൽ അല്പം കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയാണ് ആദ്യ പകുതി വന്നത്, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പാകുന്ന രീതിയിൽ തന്നെയാണ്, പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആദ്യ പകുതി വന്നത്. രണ്ടാം പകുതി വന്ന് ക്ലൈമാക്സിലോട്ടൊക്കെ ആയപ്പോഴത്തേനും സിനിമ മറ്റൊരു രൂപത്തിലോട്ട് മാറി, എന്തൊക്കെയോ ചെയ്ത് അവസാനിപ്പിച്ചു എന്നുള്ളൊരു ഇതാണ് എനിക്ക് ഓവറോൾ സിനിമയിൽ നിന്ന് കിട്ടിയത്. ഒരു ജസ്റ്റ് വാച്ച് ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമ തന്നത്. എന്നാലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കാണുക. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, എങ്ങനെ വേണേലും കാണാം. അറിയാലോ, ഫാമിലി കോമഡി എന്റർടൈനർ ആണ്. സോ കുട്ടികളായിട്ടോ എങ്ങനെ വേണേലും പോയി കണ്ട് ആസ്വദിക്കാവുന്ന സിനിമയാണ്. എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമകളിൽ നല്ല സിനിമ, അതിന്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നന്ദി.